ദീപ രാഹുൽ ഈശ്വർ. രാഹുൽ ഈശ്വറിന്റെ ജാമ്യാപേക്ഷ തള്ളിയ പശ്ചാത്തലം, നാളെ വൈകിട്ട് വരെ കസ്റ്റഡിയിൽ വിട്ട പശ്ചാത്തലം, ആ പശ്ചാത്തലത്തിൽ കൂടി ദീപ രാഹുൽ ഈശ്വറിന് എന്താണ് പറയാനുള്ളത് എന്നത് തന്നെയാണ്. രാഹുൽ ഈശ്വറിന്റെ ജാമ്യാപേക്ഷ വീണ്ടും തള്ളിയ പശ്ചാത്തലം ആണ് ഉള്ളത്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇപ്പോൾ പരിഗണിച്ചുകൊണ്ടേയിരിക്കുന്നു. രാഹുൽ ഈശ്വറിന് ജാമ്യം ലഭിച്ചിട്ടുമില്ല എന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ വിശദാംശങ്ങളുമായി പ്രേക്ഷകരുമായി പങ്കുവെക്കാനുള്ളത്. കഴിഞ്ഞ ദിവസവും ദീപയുടെ ഭാഗത്ത് നിന്ന് പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോഴിതാ ദീപ പ്രതികരിക്കുകയാണ്. എന്താണ് കോടതിയിൽ നിന്ന്? കോടതിയിൽ പോലീസ് ആക്ച്വലി ഇന്ന് കസ്റ്റഡി അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഹാജരാക്കിയത്. ഇപ്പോൾ 3 ദിവസത്തെ കസ്റ്റഡിയാണ് ചോദിച്ചിരിക്കുന്നത്. 3 ദിവസത്തെ കസ്റ്റഡി എല്ലാ ഡിവൈസസ് എല്ലാം പരിശോധിക്കാനും ഓഫീസൊക്കെ പരിശോധിക്കാനും എന്നൊക്കെയാണ് പറഞ്ഞു ചോദിച്ചത്. അപ്പം നമ്മൾ ആർഗ്യൂ ചെയ്തതെന്ന് വെച്ചാൽ അതിന് 3 ദിവസത്തിന്റെ ആവശ്യമില്ല എന്നൊരു ആർഗ്യുമെന്റ് വെച്ചിട്ട് നമ്മൾ 3 days കസ്റ്റഡി ആവശ്യമില്ല എന്ന് പറഞ്ഞു. അവർ പറയുന്നത് ഇനി പബ്ലിഷ് ചെയ്യാത്ത വീഡിയോസ് ഉണ്ടാവുമോ എന്നൊക്കെ നോക്കാനൊക്കെയാണ്. എനിക്ക് തോന്നുന്നില്ല അതൊന്നും വാലിഡ് ആണെന്ന്. എന്തായാലും കോടതി പറഞ്ഞു ഒരു 1 day കസ്റ്റഡി, നാളെ വൈകിട്ട് 5 മണി വരെ. അപ്പൊ ഇന്നും നാളെ 2 days, നാളെ വൈകിട്ട് 5 മണി വരെ കസ്റ്റഡി എന്ന് പറഞ്ഞു. ഇനി ജാമ്യാപേക്ഷ നമ്മൾ ഇനി മൂവ് ചെയ്യല്ലേ ഉള്ളൂ. അപ്പൊ ഇനിയിപ്പോ നമ്മള് മറ്റന്നാൾ നാളെ വൈകുന്നേരം വരെ കസ്റ്റഡി അല്ലേ, അപ്പൊ ഇനി അത് മറ്റന്നാള് മൂവ് ചെയ്ത് എടുക്കാമെന്നുള്ള. അല്ല, വെള്ളിയാഴ്ച ആയിരിക്കും മിക്കവാറും വെള്ളിയാഴ്ച ആയിരിക്കും. നാളെ വൈകിട്ട് 5 മണി വരെയല്ലേ ഇത്. അപ്പൊ ഇന്ന് തന്നെ മൂവ് ചെയ്യും. അപ്പൊ ഫ്രൈഡേ എടുക്കാം. നിരാഹാരം തുടരുകയാണ്. ഫുഡും വാട്ടറും രണ്ടും ഇൻടേക്ക് ഇല്ല. വെള്ളവും ആഹാരവും കഴിക്കുന്നില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് സെൻട്രൽ പ്രിസണിലേക്ക് മാറ്റിയേക്കുന്നത്. ഡോക്ടറിന്റെ സൂപ്പർവിഷൻ വേണമെന്ന് പറഞ്ഞത്. അപ്പൊ അത് അങ്ങനെ മുമ്പോട്ട് പോകും. അതായത് രാഹുലിനെ നാളെ വൈകിട്ട് വരെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നു എന്ന കാര്യത്തിൽ ഇപ്പോൾ സ്ഥിരീകരണം ഉണ്ടാവുകയാണ്. അതിനുശേഷം പോലീസ് പിന്നീട് കസ്റ്റഡി അപേക്ഷ നൽകുമോ ഇല്ലയോ എന്നതാണ് അറിയേണ്ടത്. എന്തായാലും നാളെ വൈകിട്ട് വരെ കസ്റ്റഡി വിട്ട പശ്ചാത്തലത്തിൽ ഹൈക്കോടതിയിലേക്ക് പോകുമ്പോൾ മറ്റന്നാൾ, അതായത് ഇനിയും ജാമ്യാപേക്ഷയുമായി മുന്നോട്ട് പോകുന്നത് അടുത്ത കോടതിയിലേക്ക്, ഹൈക്കോടതിയിലേക്ക് എന്നുള്ളതാണ്. പക്ഷേ അതിനു മുമ്പ് തന്നെ ഒരു പക്ഷേ 3 ദിവസത്തെ കസ്റ്റഡിയാണ് ഇപ്പോൾ പോലീസ് കോടതിയിൽ ആവശ്യപ്പെട്ടത് എന്നതാണ്. അപ്പോൾ നേരത്തെ നൽകിയിട്ടുള്ള 14 ദിവസം അതിൻ്റെ ആവശ്യം ഇല്ല. 3 ദിവസത്തിനകം തന്നെ തെളിവുകൾ ശേഖരിക്കാൻ പറ്റുമെന്ന ഒരു നിർദ്ദേശമായിരിക്കാം കോടതിക്ക് മുന്നാകെ പോലീസ് വെച്ചത്. അപ്പോൾ ആയിരിക്കണം കോടതി നാളെ വൈകിട്ട് വരെ എന്ന സമയം നൽകിയത്. അതായത് സാങ്കേതികമായി ഇന്നും നാളെയും 2 ദിവസത്തെ സമയം ലഭിക്കുന്നുണ്ട്. അതിനുശേഷവും വീണ്ടും കസ്റ്റഡി കാലാവധി ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ സ്വാഭാവികമായും ഇനി ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇതിൽ ഒരു തീരുമാനമുണ്ടാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഡാൻ കുര്യനാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ഡാൻ, ദീപയുടെ പ്രതികരണം വരുന്നുണ്ട്. ദീപ പറയുന്നത് തങ്ങൾ ആവശ്യപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ കോടതിക്ക് മുന്നിൽ പോലീസിൻ്റെ ആവശ്യം എന്തായിരുന്നു എന്നതും വ്യക്തമാക്കുന്നുണ്ട്. എന്താണിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഇനി നടപടികളുമായി, അതായത് നിയമ നടപടികളുമായി കൂടുതൽ രാഹുൽ ഈശ്വറിന് മുന്നോട്ട് പോകേണ്ടതായി വരുന്ന സാഹചര്യമുണ്ടോ?